ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോയാണ് ലബൂബു ഡോൾ. പലരും ഇതിനെപ്പറ്റി പല അഭിപ്രായങ്ങളും കമൻറ്റുകളും പറയുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? യഥാർത്ഥത്തിൽ ഇതൊരു ഡീമോണിക് ഡോളാണോ? ബ്ലാക്ക് മാജിക്കും ലബൂബു ഡോളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് തമ്മിൽ നെഗറ്റീവായിട്ടുള്ള സ്വാധീനമുണ്ടാക്കുമോ? ദീനുൽ ഇസ്ലാം ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു? ഇതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഏവരെയും ഒരിക്കൽ കൂടി ചാനലിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വൺസ് അഗെയിൻ വെൽക്കം ടു റംലെ മദീന. ഫ്രണ്ട്സ്, ഇന്ന് ലോകത്ത് മുഴുവനും പൈശാചികത തിരികെ കയറ്റാനും പിശാചിനെ മഹത്വവൽക്കരിക്കാനും അതിലൂടെ ജനങ്ങളിലേക്ക് പൈശാചികത കണക്ട് ചെയ്യാനുമുള്ള സാത്താനിസ്റ്റുകളുടെ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഫാക്റ്റാണ്. പിശാചുക്കളെ അവയുടെ ഭീകര സ്വത്വത്തിൽ നിന്നും മറച്ചുപിടിച്ച് അവയ്ക്കൊരു സോഫ്റ്റ് വെർഷൻ നൽകി ജനങ്ങൾക്കിടയിൽ അവരതിനെ അവതരിപ്പിക്കുന്നു. അതിനവർ കരുക്കളാക്കുന്നതാകട്ടെ സെലിബ്രിറ്റികളെയും. കാരണം ഇന്ന് ലോകത്തെ വലിയ അന്ധവിശ്വാസങ്ങളും പൈശാചിക സ്വാധീനത പേറുന്നവരും ബ്ലാക്ക് മാജിക്കുകളുമായി ബന്ധപ്പെടുന്നവരും സത്യത്തിൽ സെലിബ്രിറ്റികളും അത്ലറ്റ്സുകളുമൊക്കെയാണ്. എന്നാൽ പബ്ലിക്കിൻ്റെ മുന്നിൽ പലപ്പോഴും അവരത് മറച്ചു പിടിക്കുന്നു എന്ന് മാത്രം. ഫ്രണ്ട്സ്, നമുക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ മുൻകാലത്ത് പല മതങ്ങൾക്കിടയിലും മനസ്സിലാക്കപ്പെട്ടിരുന്ന ഒരു പൈശാചിക ശക്തിയാണ് കുട്ടിച്ചാത്തൻ എന്നത്. എന്നാൽ 1984 തുടക്കത്തിൽ അതിനെ മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന പേരിൽ കുട്ടികളുടെ പ്രിയപ്പെട്ടവനാക്കി ആ പിശാചിനെ ഒരു സൊഫസ്റ്റിക് വെർഷൻ നൽകാൻ ശ്രമിക്കപ്പെട്ടു. ഇത്തരത്തിൽ ലോകത്ത് മോൺസ്റ്റർ സീരീസുകളായി പല പൈശാചിക ശക്തികളെയും ഒരു സോഫ്റ്റ് വെർഷനും ക്യൂട്ട്നെസ്സും ഓമനത്വവും ഒക്കെ നൽകിക്കൊണ്ട് ജനകീയ പ്രചാരമാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലബൂബു ഡോളും. ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ ചർച്ചയായ മറ്റൊരു ഡിമോണിക് ഡോളായിരുന്നു അനബെല്ല. പാരാനോവൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സായ ദമ്പതികളാണ് എഡ്സ് വാരനും ലോറൻസ് വാരനും. ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ച നിരവധി പാരാനോർമൽ അനുഭവങ്ങളെ ഇതിവൃത്തമാക്കി രചിക്കപ്പെട്ട പുസ്തകമാണ് ദ കൺജറിങ്. 2013 പുറത്തിറങ്ങിയ ഈ ബുക്കിൻ്റെ കവർ പേജിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം: ബേസ്ഡ് ഓൺ ദ ട്രൂ കേസ് ഫയൽ ഓഫ് ദി വാരൻസ്. വാരൻസ് ദമ്പതികൾ തങ്ങളുടെ ലൈഫിൽ അന്വേഷിച്ച 1000-ൽ പരം പാരാനോർമൽ കേസുകളിൽ ഏറ്റവും ഭയാനകത നിറഞ്ഞതും വിചിത്രവുമായ കേസായിരുന്നു അനബെല്ല ഡോൾ. ഇന്നും വാരൻ ദമ്പതികളുടെ ഒക്കൾട്ട് മ്യൂസിയത്തിൽ ഈ ഒരു ഡിമോണിക് പാവയെ സൂക്ഷിച്ചിരിക്കുന്നു. പ്രേതബാധയും പൈശാചിക സ്വാധീനവും അനുഭവപ്പെടുന്ന ഇടങ്ങളിൽ നിന്നും ഡിമോണിക് പൊസസ്ഡ് ആയിട്ടുള്ള വസ്തുക്കൾ ഇവർ കളക്ട് ചെയ്ത് സൂക്ഷിക്കാറുണ്ടായിരുന്നു അത്രേ. പിന്നീട് അതൊരു വലിയ മ്യൂസിയമായി മാറി. ഈ മ്യൂസിയമാണ് ഇന്ന് അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന വാരൻസ് ഒക്കൾട്ട് മ്യൂസിയം. ഫ്രണ്ട്സ്, പിശാച് മനുഷ്യവർഗത്തെ നശിപ്പിക്കുമെന്ന് ശപഥം ചെയ്തിട്ട് കടന്നു വന്നവനാണ്. ഖുർആൻ പറയുന്നു: ഖാല ഫബിമാ അഗ്വൈതനി ലഅഖഉദന്ന ലഹും സിറാത്തൽ മുസ്തഖീം ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. അവൻ ഇബ്ലീസ് പറഞ്ഞു: നീ എന്നെ വഴിപിഴപ്പിച്ചതിനാൽ നിന്റെ നേരായ പാതയിൽ അവർ അഥവാ മനുഷ്യർ പ്രവേശിക്കുന്നത് തടയാൻ ഞാൻ കാത്തിരിക്കും. പിന്നീട് അവരുടെ മുന്നിലൂടെയും അവരുടെ പിന്നിലൂടെയും അവരുടെ വലതുഭാഗങ്ങളിലൂടെയും ഇടതുഭാഗങ്ങളിലൂടെയും ഞാൻ അവരുടെ അടുത്തേക്ക് ചെല്ലുക തന്നെ ചെയ്യും. അവരിൽ അധിക പേരെയും നന്ദിയുള്ളവരായി നീ കണ്ടെത്തുന്നതല്ല. ഇതിനായി പിശാച് പല മെത്തേഡുകളും ഉപയോഗിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഐഡിയൽ വർഷിപ്പ്, അതുപോലെ തന്നെ ഫുള്ളൂലാത്തുകൾ അഥവാ
മനുഷ്യന് ആവശ്യമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങളിൽ അവനെ മാക്സിമം ജോലിയാക്കുക. മനുഷ്യനെ മാക്സിമം മടയനായി കാണാനാണ് പിശാച് ഇഷ്ടപ്പെടുന്നത്. മനുഷ്യൻ എത്ര കണ്ടവൻ്റെ വിവേകത്തെ പണയപ്പെടുത്തുന്നുവോ അത്ര കണ്ട് പിശാച് അവരിൽ സംതൃപ്തനാവുകയും ആകൃഷ്ടനാവുകയും അവനിൽ പൈശാചിക സ്വാധീനം ഉണ്ടാക്കുന്നതിലേക്ക് വഴിവെക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ബ്ലാക്ക് മജീഷ്യൻസ് അതുപോലെ അല്ലെങ്കിൽ സാഹര്യങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ യുക്തിരാഹിത്യം നിറഞ്ഞതായി കാണാൻ കഴിയുന്നത്. അവർ അവരുടെ ബോധത്തെയും ബോധ്യത്തെയും പിശാചിന് മുന്നിൽ പണയപ്പെടുത്തുകയും അവൻ പറയുന്ന ഹീനകൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും. പകരം പിശാച് അവർക്ക് നശ്വരമായ ദുനിയാവിൻ്റെ സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഫ്രണ്ട്സ്, ലബൂബു ഡോൾ എന്നത് കേവലം ഒരു പാവ എന്നതിലുപരി ഇതൊരു സാത്താനിക് സിംബലാണ്. 7-ാം നൂറ്റാണ്ടിൽ നെതർലാൻഡിലും പരിസരത്തും വിശ്വസിക്കപ്പെട്ടിരുന്ന ഒരു പൈശാചിക ശക്തിയായിരുന്നു ലബൂബു. ലോകത്ത് പൈശാചിക ശക്തികൾ പലയിടങ്ങളിലും പല പേരുകളിലും അറിയപ്പെടാറുണ്ട്. എന്നാൽ പിൽക്കാലത്ത് ഈ ഒരു പൈശാചിക ശക്തിയെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ആർട്ടിസ്റ്റായിരുന്ന എസ്പെഷ്യലി മോൺസ്റ്റർ സീരീസുകളുടെ കാരിക്കേച്ചറിസ്റ്റും അതുപോലെ ടോയ് ഡിസൈനറുമായിരുന്ന കെയ്സിംഗ് ലെങ് അദ്ദേഹം ഇതിന് ഒരു ക്യൂട്ട്നെസ് നൽകിക്കൊണ്ട് പുതിയൊരു പരിവേഷം നൽകി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. ഫ്രണ്ട്സ്, ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്തുകൊണ്ടാണ് ഈ ഒരു ഡോൾ ഇത്രയും ജനങ്ങൾക്കിടയിൽ പ്രായവ്യത്യാസമില്ലാതെ ആകൃഷ്ടതയും സ്വാധീനവും ചെലുത്തുന്നത്? പറയത്തക്ക രീതിയിലുള്ള ക്യൂട്ട്നെസ് ഒന്നും നമുക്കതിൽ കാണാൻ കഴിയില്ല. ഏതോ ഒരു സെലിബ്രിറ്റി ലേബലിലുള്ള ഒരാൾ ഇത് വാങ്ങി യൂസാക്കി എന്നതുകൊണ്ട് മാത്രം അത് സംഭവിക്കുമോ? ഉത്തരം സ്ട്രൈറ്റായിട്ട് പറയുകയാണെങ്കിൽ ഇല്ല എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് പ്രത്യക്ഷമായ ഒരു കാരണവും കാണാൻ കഴിയില്ല. ബട്ട് ഇതിൻ്റെ പിന്നിൽ പൈശാചിക സ്വാധീനമുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് മണിക്കൂറുകളോളം ക്യൂ നിന്ന ആൾക്കാർ ഇത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്. മനുഷ്യൻ എത്രത്തോളം അവൻ്റെ വിവേകത്തെ പിശാചിന് മുന്നിൽ അടിയറവ് വയ്ക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണിത്. മനുഷ്യൻ്റെ ആത്മീയ തലം, റൂഹാനിയായ ശക്തി അല്ലെങ്കിൽ അവൻ്റെ സ്പിരിച്വൽ ഫ്രീക്വൻസി ഉയർന്നിരിക്കുമ്പോൾ ഇത്തരം വസ്തുക്കളൊന്നും അവനിൽ ഒരു സ്വാധീനം ചെലുത്തുകയില്ല. എന്നാൽ മനുഷ്യൻ്റെ ആത്മീയ തലം വീക്കാവുകയും അവൻ്റെ സ്പിരിച്വൽ ഫ്രീക്വൻസി ലെവൽ വളരെ താഴ്ന്നിരിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരം പല വസ്തുക്കളും അവനെ നെഗറ്റീവായി സ്വാധീനിക്കുകയും ഇതിനെ പിശാച് അവനിലേക്ക് കടക്കാനും വസ്വാസുണ്ടാക്കാനുമുള്ള ടൂളായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. വിശിഷ്യ കുട്ടികളിൽ തീർച്ചയായും ഇത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഈ വീഡിയോയിൽ ഇത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ദുആയിൽ ഓർക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ദിസ് ഈസ് യുവർ ചാനൽ റംലെ മദീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും.